ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ആവേശകരമായ പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു വാർത്തയിലേക്കാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. വിത്തുപാകിയ മണ്ണിടങ്ങളിൽ ചെറുകൈകൾ ഞാറ്റുവേല വേദിക്ക് വഴിയൊരുക്കി. മഴക്കാറുകളെ കണ്ട് വയൽവരമ്പിൽ ഓടുവാൻ മാത്രമല്ല, ചെളിയുടെ ചവിട്ടുതാളങ്ങൾ അറിയുവാനും ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമായി ഒരു സ്കൂളും അതിൻ്റെ മൂപ്പേറിയ നിർദ്ദേശഭാമമായി ഒരു കൂട്ടം അധ്യാപകരും നമുക്ക് മുൻപിലുണ്ട്. ഗവൺമെൻറ് LPS ആറാമടയുടെ തനത് പ്രവർത്തനമായ കൃഷിയെ തൊട്ടറിയാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ഇന്ന് പിരപ്പമൺകാട് പാടശേഖരത്തിൽ പ്രസ്തുത സ്കൂളിൻ്റെ ഭാഗമായി കൃഷി ഇറക്കി. കുഞ്ഞുങ്ങൾ ഞാറ് നട്ടു. പുലരിയുടെ മൃദുലമായ വെളിച്ചത്തിൽ നെൽപ്പാടങ്ങൾ സ്വർണ്ണത്തളിരായി ഉണരുന്നു. ഞാൻ നട്ടൊരു ഞാറിൽ നീയോ നറുനാമ്പുകൾ കാണുന്നു, ഞാൻ കൊയ്തൊരു പാടം തന്നെ നമ്മൾക്കായി വിളയുന്നു എന്നു പാടിയ കൊയ്ത്തു സാഹിത്യത്തിലേക്ക് ഇനിയും ഒരു വരവേൽപ്പ് വരുന്നു. ടെക്നോളജിക്കൽ ചിന്തകൾ വിപുലമാകുമ്പോഴും കൃഷിയിടങ്ങൾ കണ്ടു വളരുന്ന തലമുറ സ്നേഹത്തിൻ്റെ കൈകോർക്കൽ കൂടി അറിയുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്. തൂമഞ്ഞിൻ തുള്ളികൾ നെൽവയലിന് ഒരു പുതപ്പ് പോലെ പരക്കുന്നു. കിളിനാദം ദൂരങ്ങളിലേക്ക് പടരുമ്പോൾ പുഴയിങ്കൽ നിന്നുയരുന്ന ഈർപ്പമുള്ള ഗന്ധം പാടത്തിൻ്റെ ഓരോ നാരിലും ലയിക്കുന്നു. മനുഷ്യനും മണ്ണും തമ്മിലുള്ള പുരാതന സൗഹൃദം ഇന്നും സ്വർണ്ണക്കതിരുകളായി വിരിയുന്ന ഈ പ്രകൃതിയുടെ ശാന്തമായ ഇടം നേരിൽ കാണാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു എന്നത് ഈ കാലഘട്ടത്തിലെ വലിയ ഒരു അത്ഭുതമായി തന്നെ നമുക്ക് കാണാൻ. കൃഷി എന്താണെന്ന്, പാഠം എന്താണെന്നും അനുഭവത്തിലൂടെ തിരിച്ചറിയുന്ന കുട്ടികൾ. പഠനയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പാടത്തിറങ്ങുന്നതിനും ഞാറ് നടുന്നതിനും സാധിച്ചു. ട്രാക്ടറിൻ്റെ പ്രവർത്തനം, ട്രാക്ടറിനെ അടുത്തു നിന്ന് കാണുന്നതിന്, ഏറുമാടത്തിൽ കയറുന്നതിന്, പാടശേഖരത്തിലേക്ക് വെള്ളമെത്തുന്നതിനായി 100 വർഷത്തിന് മുമ്പ് പണിത കല്ലുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടും ആ വിദ്യാർത്ഥിനികൾക്ക് കൗതുകമായി. 100 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു നൂറ്റാണ്ടിനപ്പുറം എത്രയോ തലമുറകൾ അതിനു മുമ്പേ കടന്നുപോയിട്ടുണ്ട്. ആ കടന്നുപോയ തലമുറകളുടെയൊക്കെ സ്മരണകൾ, ആ കടന്നുപോയ തലമുറകളുടെയൊക്കെ അധ്വാനത്തിൻ്റെ മൂല്യബോധങ്ങൾ, ഇതെല്ലാം ആ ഒരൊറ്റ വസ്തുവിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വൈവിധ്യാത്മകമായ സംഭവമായി നമുക്ക് കണക്കാക്കാം. പിരപ്പമൺകാട് ഭരണസമിതിയോട് വിദ്യാർത്ഥികൾ അഭിമുഖം നടത്തി വിവരങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. കൃഷിയോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനും കൃഷി ചെയ്യുന്ന ആൾക്കാരോട് സ്നേഹവും ബഹുമാനവും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുവാനും ഈ പഠനയാത്രയിലൂടെ സ്കൂളിന് നടപ്പാക്കാൻ സാധിച്ചു. അന്നമെന്ന മഹാസത്യം നമ്മുടെ കൈകളിലേക്ക് എത്താൻ എത്ര പേരുടെ അധ്വാനമാണെന്ന് തിരിച്ചറിയാൻ ഈ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ നമുക്ക് സംശയമില്ല. പാടത്തെ അധ്വാനം എത്ര പ്രയാസകരമാണെന്ന് ഓരോ കുട്ടിയും അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീ മേരി പുഷ്പ, അനീഷ് സാർ, അശ്വതി ടീച്ചർ എന്നിവരാണ് പ്രസ്തുത പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. അറിവിനൊപ്പം അന്നവും അത്യന്താപേക്ഷിതമാണ് എന്ന നടുനിവർന്ന ചിന്തയിലേക്കാണ് ഗവൺമെൻറ് LPS ആറാമട വഴിവെട്ടിയത്. തൃക്കണ്ണാപുരത്തിനടുത്തുള്ള ഈ പ്രദേശം ചേരചോള പാണ്ഡ്യകാലത്ത് തന്നെ കൃഷി സൗന്ദര്യത്തിൻ്റെ ഇടമാണ് എന്ന് പുരാരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രീതിയിൽ കേരളം അടർന്നുപോയപ്പോഴും കാർഷിക സംസ്കൃതിയുടെ ഇണചേർക്കലായിരുന്നു ആറാമട. 6 കൃഷിമടകൾ ചേർന്നിരുന്ന ഇടമാണ് പിൽക്കാലത്ത് ആറാമടയായി മാറിയതെന്നും ഒരു ചരിത്രരേഖയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കൃഷിയുടെ, അല്ലെങ്കിൽ മണ്ണിൻ്റെ, അതുമല്ലെങ്കിൽ മഴയുടെ, അതുമല്ലെങ്കിൽ നനുത്ത ചെളിയിടങ്ങളുടെയൊക്കെ വൈകാരികമായിട്ടുള്ള താളങ്ങൾ മനസ്സിലാക്കുവാൻ ഇനിയും കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പറയുവാൻ, കൃഷി എന്നത് ടെക്നോളജിയേക്കാൾ ഉപരി, അതുമല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ ഉപരി ഒക്കെ മണ്ണിനെയും മനുഷ്യനെയും മനസ്സിലാക്കുവാനുള്ള പ്രാഥമിക പാഠമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വിദ്യാലയത്തെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമസ്കരിക്കാം. ആറാമടയിലെ ഈ ഒരു LPS സ്കൂളിലെ പ്രധാനപ്പെട്ട ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ അധ്യാപകർക്കും ന്യൂസ് ഇന്ത്യയുടെ വകയും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ഇനിയും ഇതുപോലുള്ള സ്കൂളുകൾ ഉയർന്നു വരട്ടെ. ആ ഉയർച്ചയിൽ കൂടിയായിരിക്കണം നമ്മുടെ കുട്ടികൾ കഴിഞ്ഞുപോയ
ഒരു തലമുറയുടെ മഹത്വത്തെ മനസ്സിലാക്കേണ്ടതെന്ന് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഈ ഫ്യൂച്ചർ ന്യൂസിന് എല്ലാവിധ ആശംസകളും പ്രേക്ഷകരിൽ നിന്നുണ്ടാകണമെന്ന് സ്നേഹപുരസ്സരം അറിയിച്ചുകൊണ്ട് ന്യൂസ് ഇന്ത്യയുടെ ഈ ഒരു ഫ്യൂച്ചർ ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.